ഈ കേരളത്തിലെ ഏറ്റവും വലിയ ലോകത്ത് നമുക്ക് സുപ്രീം കോടതി ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു, ശബരിമലയിലെ സ്വർണം കെട്ടവർക്ക് വേണ്ടിയാണോ, ദൈവത്തിന്റെ മുതൽ കെട്ടവർക്ക് വേണ്ടിയാണോ നിങ്ങൾ ജാമ്യത്തിന് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സർക്കാരിന് വേണ്ടി നമ്മളെ വക്കീലന്മാർക്ക് ഉത്തരവില്ല. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നമ്മളിവിടെ എല്ലാം നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്. ശബരിമല എല്ലാ ജാതിക്കാരും പോകുകയാണ്, കൂടുതലും ഹിന്ദു മതവിശ്വാസികളാണെങ്കിലും അത് സർവമത സാഹോദര്യത്തിന്റെ ഒരു സംഗമസ്ഥാനമായി അറിയപ്പെടുന്നു. കാരണം അവിടെ എരുമേലിയിൽ വാവൽസ്വാമി ഇരിക്കുന്നു. ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ ഭക്തജനങ്ങളും എരുമേലിയിൽ പോയി പേട്ട തുള്ളിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ എത്രയോ ഓരോ അവിടുത്തെ ഈ കാളിക്കാപ്പെട്ടിയിൽ വന്ന് വീഴുന്ന പണം കയ്യിൽ കണക്കില്ല. അപ്പൊ സ്വർണം മാത്രമല്ല മോഷ്ടിച്ചത്. ഹൈക്കോടതി ചോദിച്ചു, അവിടുത്തെ നടവരവിൽ ഒരു വലിയ കുറവുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവിടുത്തെ തന്ത്രി ഇപ്പോ ജയിലിലാണ്. എന്താ കാരണം? തന്ത്രിക്ക് സാധാരണ ആളുകൾ കൊണ്ട് കൊടുക്കുന്ന പണം അതിന് കയ്യിൽ കണക്കുമില്ല എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഭക്തജനങ്ങൾ തന്ത്രിക്ക് കൈവഴക്ക് കൊടുക്കുന്നത്. അതെല്ലാം പോരാഞ്ഞിട്ട് ഈ പണവും മോഷ്ടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജയിലിലടയ്ക്കാൻ കാരണം. SIT-ക്കാർ അന്വേഷിച്ചപ്പോൾ തന്ത്രി ഒരു 2 കോടി രൂപ ആർക്കും കൊടുത്തിട്ടുണ്ട്. ആ കണക്കൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ ഒരുപാട് പണം വരുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. നമ്മുടെ മുസ്ലിം പള്ളികളില് മഹല്ലുകളില് ഇതുപോലെ പണം വരുന്ന സ്ഥലത്ത് പണം മോഷ്ടിക്കാൻ അവനെ ദൈവം അള്ളാഹു ശിക്ഷിക്കുന്നത് വേറെ, അവനെ വെറുതെ വിടുവോ? ആരെങ്കിലും വെറുതെ വിടുവോ? ആ ആളുകളെ അങ്ങനെ മോഷ്ടിക്കുന്ന ആളുകളുടെ മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ അവന് കയ്യിൽ കാര്യം ഉണ്ടാവില്ല. ഇത് ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന പണം മോഷ്ടിച്ചു. ഞങ്ങളൊക്കെ പറയും, ഈ ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിയ ആരെയും ശബരിമല ശാസ്താവ് വെറുതെ വിട്ടിട്ടില്ല. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണം നടത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ അന്ത്യം, അവരുടെ പേരും അവരുടെ അന്ത്യത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരാരും നേരെ അതാ ഇവിടെ ശമിച്ചു. നിങ്ങളുടെ അന്യതലമുറ ഇതിന്റെ ശാപം അനുവദിക്കും. വിശ്വസിക്കുന്നവരുടെ ശാപം അവർക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന് എങ്ങനെ ഈ സംസ്ഥാനത്തെ ഖജനാവ് കൊള്ളയടിച്ചവർ, അഴിമതി നടത്തിയവർ, ഈ സംസ്ഥാനത്തിന്റെ വികസനത്തെ സ്തംഭിപ്പിച്ചവർ, പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ജീവിതത്തെ തകർത്ത ആളുകൾ എങ്ങനെ കേരളം വീണ്ടും ഭരിക്കാനുള്ള അവകാശം ജനങ്ങൾ? അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അധികാരത്തിൽ വന്നാൽ ഈ പൂച്ചവെച്ച് കിടക്കുന്ന ഖജനാവിൽ പണം നിറയും. നമുക്ക് ബംഗാൾ പരിപാടികളുണ്ട്. നമ്മൾ വെറുതെ കള്ളക്കപ്പട്ടം വെച്ച് കള്ളനോട്ടടിച്ചല്ല അത് ഇറക്കുന്നത്. നമുക്ക് പണമുണ്ടാക്കാനുള്ള പദ്ധതിയുണ്ട്. ജനങ്ങളെ പിഴിയാതെ, ജനങ്ങളെ ദ്രോഹിക്കാതെ നമുക്കിവിടെ നമ്മുടെ ഖജനാവ് നിറയ്ക്കാനുള്ള ബദൽ സംവിധാനങ്ങൾ പറയും. നമ്മുടെ കുട്ടികളെല്ലാം അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നു. കാരണം ഇവിടെ പഠിച്ച് പാസ്സായാലും ജോലിയില്ല, ന്യായമായ കൂലിയില്ല. അതുകൊണ്ട് എല്ലാവരും പലായനം ചെയ്യുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബദൽ മാർഗങ്ങളുണ്ട്. UDF-ന്റെ പ്രകടന പത്രികയിൽ വച്ചിരിക്കുന്നതല്ല. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധന്മാരെ വച്ചിട്ട് ദീർഘമായ പഠനം, സെമിനാർ, കോൺക്ലേവുകൾ നടത്തി. നമ്മുടെ ആരോഗ്യരംഗം നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് വെന്റിലേറ്ററിലാണ്. ആശുപത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞാൽ മണിക്കൂറുകളോളം പറയാം. ആ വെന്റിലേറ്ററിലായ ആരോഗ്യരംഗത്തെ രക്ഷിച്ച് ആ ആരോഗ്യരംഗത്തെ ഏറ്റവും നല്ല ശക്തമായ ആരോഗ്യമുള്ള ഒരു വകുപ്പായി മാറ്റി. ആ ഹെൽത്ത് കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി. ഇതെല്ലാം വിദഗ്ധന്മാർ നമ്മൾ അതിന്റെ എല്ലാ നിർദ്ദേശങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? നാളെ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഈ കേരളത്തെ രക്ഷിക്കാൻ അത് നടപ്പിലാക്കും. അതുകൊണ്ടാണ് ഇത് പുതുയുഗ യാത്ര. കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിന്റെ ഇരുണ്ട യുഗമാണ്, ഡാർക്ക് ഏജ്. ഇരുട്ടിൽ നിന്ന് കേരളത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ് ഈ പുതുയുഗ യാത്ര. ഈ പുതുയുഗ യാത്ര
ഏപ്രിൽ മാർച്ച് മാസം 6-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഇത് പുതുയുഗ യാത്രയുടെ സമാപനമായിട്ടല്ല, UDFന്റെ ജൈത്രയാത്രയിലേക്കുള്ള ആരംഭമായിട്ടാണ് ഇത് തിരുവനന്തപുരത്ത് സമാപിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ മുന്നേറ്റത്തിൽ നമുക്ക് തൃക്കരിപ്പൂരിലെ ജനങ്ങളും പങ്കാളികളാവണം. ഇവിടെ ഇരിക്കുന്നത് UDFന്റെ പ്രവർത്തകരും അനുഭാവികളുമാണ്. നമ്മളെ കേൾക്കുന്ന ജനങ്ങളോടുകൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. കാസർഗോഡ് ജില്ല കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് UDFന് വലിയ പിന്തുണ നൽകുന്ന ജില്ലയായി ഇന്ന് മാറിയിട്ടുണ്ട്. ഈ ഉച്ചസമയത്ത് ഇത്രയും ആളുകൾ തൃക്കരിപ്പൂരിൽ കൂടുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് വില കൊടുത്തും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ UDFന്റെ ജൈത്രയാത്രയിൽ പങ്കാളികളാകാനുള്ള ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളുടെ മുഖത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ പുതുയുഗ യാത്രയ്ക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സ്വീകരണ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദനങ്ങൾ. ജയ്. അടുത്തതായി കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രി കൂടിയായ ശ്രീ അനൂപ് ജേക്കബ് സംസാരിക്കും. യോഗത്തിന്റെ അധ്യക്ഷൻ, UDFന്റെ ചെയർമാൻ, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, പ്രിയ സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പൊതുവിക യാത്ര അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേരും. ജാഥ ഇന്ന് രാവിലെ ഉദുമയിൽ നിന്ന് ആരംഭിച്ച് മൂന്നാമത്തെ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഹസൻ സാർ ഇവിടെ പ്രതിപാദിച്ചു. ഞാനതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജാഥയുടെ പ്രാധാന്യവും പ്രസക്തിയും രാഷ്ട്രീയമായ മാറ്റങ്ങൾ കേരളത്തിൽ ഉടനെടുക്കുവാൻ പോകുന്നു എന്നതിന്റെ വലിയൊരു സൂചന നൽകിക്കൊണ്ടാണ് ശ്രീ VD സതീശൻ നയിക്കുന്ന ജാഥ ഇവിടെ തൃക്കരിപ്പൂരിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് ഈ ജാഥ പ്രയാണം ആരംഭിക്കുകയാണ്. പ്രയാണം ആരംഭിച്ച 4ാമത്തെ യോഗത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാഹളത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ആ തെരഞ്ഞെടുപ്പ് എന്നത് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് തിരിച്ചു വരുവാനുള്ള വലിയൊരു വേദിയായി മാറാൻ പോകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. 100 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് ഇവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം ആവർത്തിച്ച് പറയുമ്പോൾ അത് അമിതമായ ഒരു ആത്മവിശ്വാസമോ അഹങ്കാരവും അല്ല, ജനങ്ങൾ നൽകുന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണത് പറയുന്നത്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. 10 വർഷം കേരളത്തിൽ അധികാരത്തിലിരുന്ന എല്ലാ മേഖലകളെയും സ്തംഭിപ്പിച്ച് കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാക്കിയ ഒരു സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിക്കായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഒരു തുടക്കമാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കാസർഗോഡ് ജില്ലയിലടക്കം കേരളത്തിലെ ബഹുഭൂരിഭാഗം ജില്ലകളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിഞ്ഞത്. അതിനു മുമ്പുണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ, തൃക്കാക്കര ഉൾപ്പെടെ, പുതുപ്പള്ളിയിൽ ഉൾപ്പെടെ, നമ്മൾ ഓരോന്ന് പരിശോധിച്ച നിലമ്പൂരിൽ ഉൾപ്പെടെ വിവിധ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ സീറ്റുകൾ നമ്മൾ നിലനിർത്തിയപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സീറ്റ് LDFൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് നിലമ്പൂരിൽ. അങ്ങനെ തുടർച്ചയായുള്ള ബൈ ഇലക്ഷനുകളിലെ വിജയവും പാർലമെന്റിലെ വിജയവും ഒക്കെ ആവർത്തിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ വിജയം കൂടുതൽ അടിവരയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ എല്ലാം കാണാൻ കഴിഞ്ഞത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ UDFനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാ തലങ്ങളിലും. ഇന്ന് കേരളത്തെ വർഗീയമായി വിഭജിക്കുവാനുള്ള ശ്രമമാണ് ഇന്ന് ഇടതുമുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തലങ്ങളിലും അവരുടെ ശ്രദ്ധ അക്കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിഭജനത്തിന്റെ തെറ്റായ സന്ദേശം ഇന്ന് ഇടതുപക്ഷ മുന്നണി നൽകുമ്പോൾ UDF പറയുന്നത് ചേർത്ത് നിർത്തും എന്നുള്ളതാണ്. കേരളത്തെ വിഭജിക്കാൻ അനുവദിക്കുകയില്ല. കേരളത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജനാധിപത്യ മതേതര മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്
ഒരു പുത്തൻ സംസ്കാരത്തെ കേരളത്തിൽ പടുത്തുയർത്തിക്കൊണ്ടാണ് കേരളത്തിൽ UDF-ന്റെ സർക്കാർ കടന്നു വരാൻ പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പാണ് മലയോര ജാഥയുമായി പ്രതിപക്ഷ നേതാവ് വിവിധ പ്രദേശങ്ങളിലേക്ക് പോയത്, മലയോര പ്രദേശങ്ങളിലേക്ക്. ആ ജാഥ പ്രധാനമായും മുന്നോട്ട് വെച്ചത് മലയോര ജനത നേരിടുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. വന്യജീവി ആക്രമണങ്ങളും കൃഷിനാശവും അടക്കം ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു യാത്രയായിരുന്നു. കേരളത്തിൽ ഈ സർക്കാരിന്റെ എണ്ണിയുള്ള പരാജയങ്ങൾ നമുക്ക് അക്കമിട്ട് നിരത്താൻ കഴിയുമ്പോൾ അതിൽ നമ്പർ 1 നിൽക്കുന്ന ഒന്നാണ് വന്യജീവി ആക്രമണങ്ങൾ. 10 വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴും നിർബാധം തുടരുകയാണ്. കേരളത്തിൽ 500-ൽ പരം ആൾക്കാരാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ കടുവ കടിച്ചും ആന ചവിട്ടിയും കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതായത് 500-ൽ പരം കുടുംബങ്ങൾ കേരളത്തിൽ അനാഥമായിരിക്കുന്നു. 6500-ൽ പരം ആൾക്കാരാണ് ഗുരുതരമായി പരിക്കേറ്റ് ഒന്നും ചെയ്യാൻ അവർക്ക് നിത്യബുദ്ധിക്ക് പോലും സാധ്യമാവാത്ത നിലയിൽ ഇന്ന് പരിപൂർണമായും ഒരു കിടപ്പ് രോഗികളായി മാറിപ്പോയിരിക്കുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ. ഹെക്ടർ കണക്കിന് കൃഷിനാശം ഉണ്ടായിരിക്കുന്നു. ഒരു കാലത്ത് മലയോര പ്രദേശങ്ങളിലേക്ക് കുടിയേറ്റ കർഷകർ കടന്നു വന്നിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ നിന്ന് കുടിയിറക്കിന്റെ കണ്ണുനീരാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. കുടിയിറക്കിന്റെ കണ്ണുനീർ, അതാണ് ഇന്ന് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിലെ നേർ ചിത്രം. അവിടെയെല്ലാം മനുഷ്യന്റെ മനസ്സിൽ, അവരുടെ കണ്ണുകളിൽ ഭയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയം. എങ്ങനെ നാളെ മുന്നോട്ട് പോകാൻ കഴിയും? പകൽ വെളിച്ചത്തിൽ പോലും വന്യജീവികൾ ജനവാസ മേഖലയെ കടന്നു വരുമ്പോൾ ഈ സർക്കാർ നിസ്സംഗ മനോഭാവത്തോടെ നിൽക്കുമ്പോൾ നിരപരാധികളായ എത്രയോ പേർ ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇപ്പോഴും ജീവൻ വെടിയുന്നു. ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? പ്രസക്തമായ ചോദ്യമല്ലേ? ഈ ജാഥ കടന്നു പോകുമ്പോൾ വിവിധ പ്രദേശങ്ങളിൽ ഓരോ മേഖലകളുമായി തിരിഞ്ഞ് ചർച്ച നടത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിന് അതിന് തുടക്കം കുറിച്ചു. രാവിലെ കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയിലെ വിവിധ കാര്യങ്ങൾ, എൻഡോസൾഫാൻ ദുരിതബാധിതർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ ബസ് തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിവിധ തലങ്ങളിൽ വ്യാപാരികൾ, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ജനവിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് അവരുടെ വിഷയങ്ങളെ മനസ്സിലാക്കി ആ വിഷയങ്ങളിലേക്ക് ഇടപെടുമെന്നുള്ള ഉറപ്പും ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. മനസ്സിനേറെ തട്ടിയ ഞാൻ ഇന്ന് രാവിലെ ആ ചർച്ചയിൽ പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന പ്രതിനിധികൾ അവർ സംസാരിച്ചത് അവരുടെ പെൻഷനെ സംബന്ധിച്ച്, അവരുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ച്, പെൻഷൻ വർദ്ധിപ്പിക്കാത്ത സന്ദർഭങ്ങൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നു, അവരെ സംബന്ധിച്ച്, അവരുടെ തൊഴിൽ സുരക്ഷിതത്വം, അവർക്ക് തൊഴിൽ വേണമെന്നുള്ള ആവശ്യം പല ആവർത്തി മുന്നോട്ട് വെച്ചിട്ടും ഗവൺമെന്റ് അത് പരിഹരിക്കാൻ കഴിയാത്തത് അടക്കം 10 വർഷം പിന്നിടുമ്പോഴാണ്. നിങ്ങൾ ഓർക്കണം, ഒരു സർക്കാരിനെ സംബന്ധിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ അല്ലെങ്കിൽ മാനുഷികമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്നായി നിൽക്കുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരെ മറന്നുപോയ സർക്കാരാണ് 10ാമത്തെ വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ നടന്നു നീങ്ങുന്നത്. അവിടെയാണ് ശ്രീ ഉമ്മൻചാണ്ടി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി വേറിട്ട് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള അനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരാവട്ടെ, സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാവട്ടെ, അവരെ ചേർത്ത് നിർത്തിയൊരു മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന് ഇന്ന് ജനം തിരിച്ചറിയുകയാണ്. അവിടെ അന്നത്തെ UDF ഗവൺമെന്റിന്റെ ഓരോ നയങ്ങളും ഓരോ സമീപനങ്ങളും ഓരോ തീരുമാനങ്ങളും അത് ജനകീയമായിരുന്നു. ജനജീവിതത്തെ എങ്ങനെ ചേർത്ത് നിർത്താമെന്നതിനെ സംബന്ധിച്ചായിരുന്നു. അന്ന് നടന്ന ജനസമ്പർക്ക പരിപാടികൾ പങ്കെടുത്തവരോട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അന്ന് ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം ആലപ്പുഴയിലും എറണാകുളത്തും 2 ജില്ലകൾ എനിക്ക് ചുമതല തന്നതിൽ പോയത് ഞാൻ ഓർക്കുകയാണ്. അവിടെ രാത്രി വെളുപ്പിന് 1 മണി 2 മണി വരെ നിന്ന് ജനങ്ങളുടെ നിവേദനങ്ങൾ സ്വീകരിച്ച് അവസാനത്തെ വ്യക്തിയുടെ നിവേദനവും വായിച്ചു നോക്കി അതിന് തീരുമാനമെടുത്ത് ആ പന്തിൽ നിന്നും ഇറങ്ങിയ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയെ ഞാൻ ഓർക്കുകയാണ്. 2 മണിക്ക് വരുന്ന രാത്രി 2 മണിക്ക് വരുന്ന നിവേദനമാണ്. അതെടുത്ത് നേരെ എടുത്ത് ഫയലിലേക്ക് വെക്കുകയല്ല, വായിച്ചു നോക്കുകയാണ് അവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നത്. ആ ജനസമ്പർക്ക പരിപാടിയിലൂടെ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ, വിവിധ ചട്ടങ്ങളിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട്, വിവിധ നിയമങ്ങൾക്ക് ഭേദഗതികൾ വരേണ്ട നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തിക്കൊണ്ട്, പുതിയ ചട്ടങ്ങൾ എഴുതി ചേർത്തുകൊണ്ട്, കൂടുതൽ ഭരണപരമായ സൗകര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട്, പലപ്പോഴും വില്ലേജ് ഓഫീസുകളിലും
വിവിധ തലങ്ങളിലുമൊക്കെ ഉണ്ടാവുന്ന സർക്കാരിന്റെ ചുവപ്പ് നാടകൾക്ക് അറുതി വരുത്തുവാൻ സാധിച്ചത് ജനസമ്പർക്ക പരിപാടിയിലൂടെ കിട്ടിയ അനുഭവങ്ങളും അതിന്റെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. അങ്ങനെ എത്രയോ മാറ്റങ്ങൾ, മനുഷ്യ ജീവിതത്തെ കൂടുതൽ സുഗമമാക്കാൻ കഴിയുന്ന എത്രയോ തീരുമാനങ്ങൾ ഈ സർക്കാർ കഴിഞ്ഞ UDF സർക്കാരിന് എടുക്കുവാൻ കഴിഞ്ഞു എന്നത് വിസ്മരിക്കാൻ സാധിക്കുന്ന ഒന്നാണോ? ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ ഗവൺമെന്റിൽ നിന്ന് മാറി ഇന്ന് 10 വർഷത്തെ ഇടതുമുന്നണി പിണറായി വിജയന്റെ സർക്കാരിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്ന് എന്താണ് കേരളത്തിലെ യഥാർത്ഥ ചിത്രം? ഇവിടെ സ്വർണ്ണക്കൊള്ളയും അഴിമതിയും നയപരമായ വൈകല്യങ്ങളും കർഷക ആത്മഹത്യകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള മലയോര ജനതയുടെ തീരാ ദുരിതവും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രയാസങ്ങളും ഒക്കെ ഇന്നും തുടർക്കഥയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം, ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവണം. കേരളത്തിലെ കുത്തഴിഞ്ഞ ആരോഗ്യ മേഖലയടക്കം അതിനെല്ലാം പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഓൾട്ടർനേറ്റീവ് UDF ഉറപ്പ് നൽകുകയാണ്. രാഷ്ട്രീയമായി അഭിപ്രായങ്ങൾ പറഞ്ഞ് വിമർശിച്ചു പോവുകയല്ല, ഇതിനെല്ലാം ഓൾട്ടർനേറ്റീവുകൾ ഉറപ്പ് നൽകിക്കൊണ്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. ഞാൻ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സർക്കാർ ആശുപത്രികൾ ഇപ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരോ അല്ലെങ്കിൽ ആവശ്യത്തിലുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകളെ പോലും ഇപ്പോഴും നിയോഗിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വരാന്തയിൽ കിടന്നുകൊണ്ടും ഇടനാഴികൾ കിടന്നുകൊണ്ടും ഒരു കട്ടിലിൽ 2 പേര് വരെ രോഗികൾ കിടന്നുകൊണ്ടും ഇന്നും ചികിത്സിക്കേണ്ട ദുരനുഭവം ഇന്നും പാവപ്പെട്ട സാധാരണക്കാരായ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികൾക്ക് ഇന്നും ഉണ്ട് എന്നത് വാസ്തവമല്ലേ? നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സിന്റെ അവസ്ഥ എന്താണ്? ആരോഗ്യ CHSCകളിലും FHSCകളിലും ഓടി നമ്മൾ ചെല്ലുന്ന എവിടെയാണ്? നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലാണ്. അവിടെ ആവശ്യ ഡോക്ടർമാരില്ലാത്ത അടക്കമുള്ള വിഷയങ്ങൾ. ഇതെല്ലാം 10 വർഷം പിന്നിടുന്ന സർക്കാരിന്റെ പരാജയത്തിന്റെ കണക്കുകളാണ്. ഇങ്ങനെ എത്രയോ വിഷയങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയും. സ്നേഹിതരെ, അതുകൊണ്ട് തന്നെയാണ് ഈ പുതുയുഗ യാത്ര എന്ന പേരിൽ ഐക്യജനാധിപത്യം മുന്നിൽ കടന്നു വരുന്നത്. ഒരു പുതുയുഗത്തിന്റെ സൃഷ്ടിക്കായിട്ടാണ്, യാതൊരു സംശയവുമില്ല. ജനകീയമായ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ചേർത്ത് നിർത്തുന്ന UDFന്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. അതിനുവേണ്ടി ഒരു വലിയൊരു മുന്നേറ്റം, വലിയൊരു ജനകീയ മുന്നേറ്റമാണ് ഈ പുതുയുഗ യാത്ര. അതിനെ അതിനെ വിജയിപ്പിക്കാൻ കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നിങ്ങളെ അഭിനന്ദനം സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീ CP ജോൺ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ വേദിയിൽ ഉപവിഷ്ടരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമ്പന്നതരായ നേതാക്കന്മാരെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, അക്ഷരാർത്ഥത്തിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് VD സതീശൻ നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിച്ചേരും. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിന്റെ സോപാനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ കാഹളമാണ് ഇന്നലെ കാസർഗോഡ് മുഴങ്ങിയത്. ഇന്നിവിടെ ഭരിക്കുന്ന പിണറായി ഗവൺമെന്റ് ജനങ്ങളുടെ കണ്ണിൽ വെറും രാഷ്ട്രീയമായ ഒരു കാവൽ മന്ത്രിസഭ മാത്രമാണ്. അതിന്റെ മാൻഡേറ്റ് എല്ലാ നിലയിലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഓരോ തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാൻഡേറ്റ് ജനങ്ങൾ വലിച്ചു കീറി കളഞ്ഞിരിക്കുകയാണ്. അത് തൃക്കക്കരയിൽ തുടങ്ങി പുതുപ്പള്ളിയിലേക്ക് പോയി പാലക്കാട് വന്ന് നിലമ്പൂരിലെത്തി നാം ഇടക്കാല ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടു. എന്തിന് ചേലക്കരയിൽ പോലും 20,000 വോട്ടിന്റെ വർധനയാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടായത്. നമ്മളവിടെ പരാജയപ്പെട്ടുവെങ്കിൽ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം തൂത്തുവാരി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നു. നമുക്കറിയാം, നമ്മുടെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം ആദ്യം വരുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു, വിജയിക്കുമോ? ഇപ്പോ ഒരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എഴുതിത്തള്ളിയ സീറ്റുകളിൽ ഒന്നായി കാസർഗോഡ് പാർലമെന്റ് മാറിയിരിക്കുകയാണ്.
കാസർഗോഡ് പാർലമെന്റിൽ മത്സരിക്കാൻ CPM-ന് ആളെ കിട്ടാത്ത ഗതികേടിലാണ് ഇന്ന് കാര്യങ്ങൾ നിൽക്കുന്നത്. കണ്ണൂരിൽ എന്താണ് സ്ഥിതി? കണ്ണൂർ ജില്ലയിൽ ഒടുവിൽ ഞാൻ തമാശയായിട്ട് ഞങ്ങൾ പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത് സുധാകരനെ. അദ്ദേഹം CMP-യുടെയും പ്രസിഡന്റാണെന്ന് ഞാൻ പറയുക. അദ്ദേഹത്തോട് ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഒടുവിൽ സ്ഥാനാർത്ഥിയായ സുധാകരൻ കൗണ്ടിങ്ങിന്റെ ഓഫീസറോട് പറഞ്ഞു, മതി, ഇത്ര ഭൂരിപക്ഷം മതി എന്ന് പറഞ്ഞ് ക്രിക്കറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തതുകൊണ്ടാണ് 1.5 ലക്ഷം വോട്ടിന് നിന്നത്. കുറച്ചുകൂടെ എണ്ണിയിരുന്നെങ്കിൽ ധർമ്മടത്ത് പോലും കെ സുധാകരൻ ഭൂരിപക്ഷത്തോടുകൂടെ ജയിക്കുമായിരുന്നു. 2000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് MP ജയരാജന് ധർമ്മടം മണ്ഡലത്തിൽ കിട്ടിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കണം, 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള മട്ടന്നൂരിൽ എത്ര വോട്ടാണ് വ്യത്യാസം? 3000 വോട്ടാണ് ജയരാജനും സുധാകരനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് കോട്ട കൊത്തളങ്ങൾ ഇളകി കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ ജാതിയുമായി MP ഗോവിന്ദൻ പോകുന്നുണ്ടല്ലോ. MP ഗോവിന്ദന്റെ മണ്ണിൽ തളിപ്പറമ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ് പാർലമെന്റിൽ വിജയിച്ചത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. കാസർഗോഡും കണ്ണൂരുമുള്ള CPM-ന്റെ നെടും കോട്ടകളിൽ വിള്ളൽ വീണിരിക്കുകയാണ്. ഈ 2 മണ്ഡലങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ ആരെയും എന്ത് ചെയ്ത് കശാപ്പ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞത്. ഇന്ന് കശാപ്പ് ചെയ്യാൻ കത്തിയുമായി വന്നാൽ അവരെ പരിഹസിച്ചു വിടുന്ന നാടായി കണ്ണൂരും കാസർഗോഡും മാറി. എന്നാലും കലി അടങ്ങിയെന്ന് ഞാൻ കരുതുന്നില്ല. വടകരയിൽ നിന്ന് സംഭവിച്ചത് നമുക്കറിയാം. ഷാഫി പറമ്പിൽ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് അവിടെ ആഞ്ഞടിച്ച് ഇവിടെ പ്രേമചന്ദ്രൻ, ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടത്, പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം എത്രയാണ്? ലക്ഷക്കണക്കിന് ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ചടയമംഗലം പോലുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇവിടെ കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങളെക്കാൾ കഠിനമായ ചില പാർട്ടി ഗ്രാമങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്. കടക്കൽ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഒരു CMP-യുടെ നേതാവ് പ്രവീൺ ദാസിനെ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ, മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ പുറകിലോടി വന്ന് വെട്ടിക്കൊന്ന ഒരു സ്ഥലമാണ് കടക്കൽ. ആ കടക്കലിനെ വെട്ടിക്കൊല്ലിന് ശേഷമാണ് TP-യെ വെട്ടിക്കൊന്നത്. 1 വയസ്സുണ്ടായിരുന്നു ആ കൊച്ചിന്, അയാളുടെ മകൻ ആ സമയത്ത്. ആ കുട്ടി ഇപ്പോ BA പാസ്സായി. എന്തായാലും ശരി, ആ കടക്കൽ പോലും, കടക്കൽ കുമ്മളല്ലേ അവിടെയുള്ള കടക്കൽ കുമ്മൾ പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജയിച്ചു. കൊല്ലത്ത് ജയിച്ചു. ഞാൻ ആ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കറിയാം തിരുവനന്തപുരത്തും നമ്മൾ ജയിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ നില ഇരട്ടിയായി മെച്ചപ്പെട്ടുവെങ്കിലും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പാർലമെന്റിൽ ഒരു അബദ്ധം പറ്റിയ ഒരു സ്ഥലമാണ് തൃശ്ശൂരിൽ. പക്ഷേ തൃശ്ശൂരുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാൾക്കൊരബദ്ധം പറ്റാതിരിക്കില്ല, പക്ഷേ 9 പ്രാവശ്യം പറ്റുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ 2ാം പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ മഹാനടൻ സുരേഷ് ഗോപി ഇപ്പൊ എവിടെയാ പോയി എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം കേരളം വിട്ടുപോകാന്നാണ് പറയുന്നത്. അദ്ദേഹം വലിയ നടനാണ്, എനിക്കിഷ്ടമാണ്, എന്റെ സുഹൃത്താണ്. ഹാസ്യ നടനവും നല്ലതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നടനത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അപഹാസ്യ നടനം എന്ന് മാത്രമേ മന്ത്രിയായ സുരേഷ് ഗോപിയെ കുറിച്ച് പറയാൻ കഴിയൂ. അങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ 5 വർഷക്കാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, അത് ഇടക്കാല തെരഞ്ഞെടുപ്പുകളാവട്ടെ, അല്ലെങ്കിൽ അസംബ്ലി ബൈ ഇലക്ഷൻ ആവട്ടെ, പാർലമെന്റ് ആവട്ടെ, പഞ്ചായത്താവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, ഒരിടത്ത് പോലും മാൻഡേറ്റ് നിലനിർത്താൻ പറ്റാത്ത ഒരു ഭരണകക്ഷി ആയി ഇന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മാത്രം ആവശ്യമല്ല, അത് ഈ കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിലെ യുവാക്കളുടെ, കർഷകന്റെ, സാധാരണക്കാരന്റെ, സ്ത്രീകളുടെ, വീട്ടമ്മമാരുടെ, മുഴുവൻ ആളുകളുടെയും ആവശ്യമായി ഇനിയും കേരളത്തിൽ ഒരിക്കൽ കൂടി ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാമെന്ന് മാത്രമല്ല, അതിനായി പ്രവർത്തിക്കാം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതാതെ. അദ്ദേഹത്തിന്റെ വാഹനം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ലെങ്കിലും അദ്ദേഹം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക്
സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കാസർഗോഡിന്റെ വീരനായകനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തോടൊപ്പമുണ്ട്. UDFന്റെ നേതാക്കന്മാരുണ്ട്. അവർ വേദിയിലേക്ക് വരുന്ന ഈ സന്ദർഭത്തിൽ തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ അവരെ തൃക്കരിപ്പൂരിന്റെ മണ്ണിലേക്ക് അവരെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞ ഈ സന്ദർഭം തീർച്ചയായും എനിക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഞാൻ അവരെ സ്വാഗതം ചെയ്യണമെന്നാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. ഞാൻ സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ പോലും അവർ ഈ വേദിയിലേക്ക് കയറി വരട്ടെ. ഞാൻ എന്റെ സംസാരം ആ സന്ദർഭത്തിൽ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു കാര്യവും കൂടെ ഞാൻ പറയാം. ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വികസന കാഴ്ചപ്പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആരാ ചോദിക്കുന്നത്? എല്ലാ വികസന കാഴ്ചപ്പാടുകളെയും തല്ലിത്തകർത്ത നേതാക്കന്മാർ. നിങ്ങൾക്കറിയാമല്ലോ, പരിയാരം കോളേജിൽ കെ കരുണാകരന് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങേണ്ടി വന്നു. കാരണം റോഡിൽ മുഴുവൻ സമരമായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞു. അവരുടെ വേദിയിലേക്ക് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. CMPയുടെ അഭിവാദ്യം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നായകൻ VD സതീശൻ നയിക്കുന്ന പുതിയ യാത്ര ഇതായി വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ നേതാവേ, UDF സിന്ദാബാദ്. VD സതീശൻ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ധീര ധീര VD സതീശ, ധീരതയോടെ നയിച്ചോളൂ. പുതുയുഗ യാത്ര നായക, പുതുയുഗ യാത്ര നായക, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. തൃക്കരിപ്പൂരിന്റെ അഭിവാദ്യങ്ങൾ. UDF സിന്ദാബാദ്. ബഹുമാനായ ജാഥാ ലീഡർ ഹാരാർപ്പണം ചെയ്യുന്നവർ അടിയന്തരമായ സ്റ്റേജിൽ വന്ന് ഹാരാർപ്പണം നടത്തേണ്ടതാണ്. അതിനിപ്പോ ഞാൻ ബഹുമാനായ ജാഥാ ലീഡർ നമ്മുടെ ഈ പുതുയുഗ യാത്ര കാസർഗോഡ് ജില്ലാതല സമാപനമാണ് ഈ പരിപാടി നടക്കുന്നത്. DCC പ്രസിഡന്റ് പ്രിയപ്പെട്ട PK ഫൈസൽ, ബഹുമാനായ നമ്മുടെ ജനകീയ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ പ്രിയപ്പെട്ട VD സതീശൻ സാറിന് ഒരു സ്നേഹോപഹാരം നൽകുന്നു. ജില്ലയുടെ പ്രിയപ്പെട്ട UDF ചെയർമാൻ കലക്ടർ മഹാരാജ് സാഹിബ്, രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ, PK ഫൈസൽ DCC പ്രസിഡന്റ്, മുൻ MLA ശ്രീ MC കമറുദ്ദീൻ ഒരു സ്നേഹോപഹാരം. ഈസ്റ്റേരി മണ്ഡലം പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ പഠന പഞ്ചായത്ത് പ്രസിഡന്റും ബോംബെ KMCCയുടെ സമാധാനമായ പ്രസിഡന്റുമായ TKC മുഹമ്മദ് രാജി, ബഹുമാനായ നമ്മുടെ MP പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ നമ്മളോട് അല്പസമയം സംസാരിക്കുന്നതിന് സാധനം ക്ഷണിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക്
മഞ്ചേശ്വരം നിയോജകമണ്ഡലത്തിന്റെ കുമ്പളയിൽ നിന്ന് ആരംഭിച്ചൊരു യാത്ര പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. ജനങ്ങൾ ഒരു സമുദ്രം പോലെ ആർത്തിരമ്പി വരികയാണ്. ഒരു കാര്യം വളരെ സുവ്യക്തമായി ഞാൻ പറയാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ VD സതീശൻ 100 പറയുന്നത്. 1977 ആവർത്തിക്കും. 111 സീറ്റുകളോടെ കേരളം UDF ഭരിക്കും. ഈ ജാഥയുടെ നായകൻ, നിലപാടുകളുടെ രാജകുമാരൻ ശ്രീ VD സതീശൻ നിങ്ങളോട് പ്രസംഗിക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് സംവദിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ചെയർമാൻ ശ്രീ K. കുഞ്ഞിക്കണ്ണൻ, നമ്മുടെ ജനകീയനായ പ്രിയങ്കരനായ നമ്മുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയമുള്ള പോരാളികളായ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ നമ്മുടെ MP പറഞ്ഞതുപോലെ ഒരു മഹായുദ്ധത്തിന് നമ്മൾ പുറപ്പെടുകയാണ്. ഈ യുദ്ധം നമുക്ക് ജയിച്ചേ മതിയാവും. വെറും വിജയമല്ല, തിളക്കമാർന്ന വിജയം ഈ യുദ്ധത്തിൽ നമുക്ക് നേടണം. ദുഷ്ടശക്തികളെ കഴിഞ്ഞ ഒരു ദശകക്കാലം നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയ ഈ ദുർഭരണത്തെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള മഹായുദ്ധം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ, വരാനിരിക്കുന്ന തലമുറയെ മുഴുവൻ, അവരുടെ ഭാവിയെ പോലും തകർത്ത ഒരു ഭരണകൂടം, അവർക്ക് നമുക്ക് മറുപടി പറയണം. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, നിയമസഭയിൽ ഗഗനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, ഒന്നുമില്ല, വാരിക്കോരി നശിപ്പിച്ചു. സമ്പദ് വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. പിണറായി വിജയൻ അടുത്ത മാസം ഭരണത്തിന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. എടുക്കാവുന്ന സ്ഥലത്ത് മുഴുവൻ കടം വാങ്ങിച്ചു. ചിലര് കടം മേടിച്ച് തറവാട് മുടിപ്പിക്കുന്നത് പോലെ ഈ കേരളം എന്ന തറവാട് കടക്കണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇവർ കേരളത്തെ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും കേന്ദ്രമാണ്. ഇന്നലെ കേരളം ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. ഒരു കാപ്പ കേസിലെ പ്രതി ഗുണ്ടാ പിരിവ് ചോദിച്ചിട്ട് കൊടുക്കാനിട്ട് ഒരു സ്പായിലെ ജോലിക്കാരിയായ ഒരു പാവം പെൺകുട്ടിയെ അവർ 6 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു. ഞങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുകയാണ്, മിസ്റ്റർ വിജയൻ, നിങ്ങൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഇത് കേരളമാണോ ബീഹാറാണോ? TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ പരോളിൽ പുറത്താണ്. 1000 ദിവസത്തിലധികം പരോള് കിട്ടിയ പ്രതികളുണ്ട്. അതായത് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയിട്ട് 3 കൊല്ലം അവർ പുറത്താണ്. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒരു CPM പ്രവർത്തകന് 1ലധികം പേർക്ക് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. അവൻ ജയിലിൽ പോയ ആദ്യത്തെ മാസം അവന് പരോൾ കൊടുത്തു.
ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നുവെന്ന് കുഞ്ഞിക്കണ്ണൻ CPM നേതാവ് ആരോപിച്ചപ്പോൾ അയാളെ കൊല്ലും എന്ന് പറഞ്ഞ് നടത്തിയ പ്രകടനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പരോളിലിറങ്ങിയ പ്രതി. ആലോചിച്ചു നോക്കിയേ, ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ പരമസുഖമാ. ഞാൻ നിയമസഭയിൽ ചോദിച്ചു മുഖ്യമന്ത്രിയോട്, ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ, പുതിയതിറങ്ങുന്ന ഫോൺ, iPhone അവർക്ക് കൊടുക്കണം. അപ്പൊ പാർട്ടി കൊണ്ട കൊടുക്കും. ഏറ്റവും ഇഷ്ടമുള്ള മദ്യത്തിന്റെ ബ്രാൻഡ് നേരത്തെ പറയും, പിറ്റേ ആഴ്ച അത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഭക്ഷണം തലേ ദിവസം പറയും, രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്. പല കേസിലെ പ്രതികളാണ്. വൈകുന്നേരമാവുമ്പോൾ തണ്ടൂരി ചിക്കൻ. ഇഷ്ടമുള്ള ഭക്ഷണം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചുകൊണ്ട് എയർ കണ്ടീഷൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞവർക്ക് അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുതിയതറിഞ്ഞോ, ഒരു DIGയെ സസ്പെൻഡ് ചെയ്തു. പുറത്തു വന്നപ്പോഴാണ് ഈ സാങ്കേതികമായി ഞങ്ങൾ ഭയങ്കരമായി പുരോഗമിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്താണെന്നറിയോ, ജയിലിൽ പരോള് കിട്ടണമെങ്കിൽ ഈ DIGക്ക് കൈക്കൂലി കൊടുക്കേണ്ടത് ഗൂഗിൾ പേയിലാണ്. ഗൂഗിൾ പേയിൽ ഇട്ട് കൊടുത്തപ്പോൾ പരോളാണ്. തടവ് പുള്ളികളുടെ കൈകളിൽ എങ്ങനെ പണം വരുന്നു? DIGക്ക് കൈക്കൂലി കൊടുക്കാൻ എങ്ങനെയാ വരുന്നത്? അവരവിടെ ഇരുന്ന് കൊട്ടേഷൻ നടത്തുന്നു, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM. പേടിയാണ് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ. കാരണം ഒരു ഗൂഢാലോചനയുണ്ട് അതിന്റെ പുറകിൽ. ഇവരത് വെളിപ്പെടുത്തിയാൽ ഇപ്പൊ സ്റ്റേറ്റുകാർക്ക് പോണ പലരും ജയിലിൽ പോകും. ഇവര് അക്രമികളുടെ കൊലയാളികളുടെ പാർട്ടിയാണ്. ഇവർക്കൊരു രക്തസാക്ഷിയെ കിട്ടിയാൽ പിന്നെ സന്തോഷമാണ്. കാരണം അവന്റെ പേരിൽ പിരിവാണ്. പയ്യന്നൂർ അതാണ്. ധനരാജന്റെ രക്തസാക്ഷിയുടെ പേരിൽ പിരിവ് നടത്തി പകുതി അടിച്ചു മാറ്റി. മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യു എന്ന പാവപ്പെട്ട പയ്യന്റെ പേരിൽ പണപ്പിരിവ് നടത്തി അടിച്ചു മാറ്റി. തിരുവനന്തപുരത്ത് സംഘപരിവാറുകാർ കൊന്ന വിഷ്ണു രക്തസാക്ഷി പണം കൊണ്ടുപോയി. രക്തസാക്ഷി ഫണ്ട് കണ്ട് സഹിക്ക വയ്യാതെ ആ രക്തസാക്ഷിയായ CPM ചെറുപ്പക്കാരന്റെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ഞാനാണ് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തത്. രക്തസാക്ഷികളാ. അവര് പറഞ്ഞ് ഈ വൃത്തികെട്ട പാർട്ടിയിൽ ഞങ്ങൾ ഇല്ലാന്ന് പറയുന്നു. ഒരുത്തന്റെ ജീവിതം ആ പാർട്ടിക്ക് വേണ്ടി കുരുതി കൊടുത്ത കുടുംബമാണ്. ഇനി ഞങ്ങൾ അതിലില്ല. അവര് പറഞ്ഞ് ഇവര് കമ്മ്യൂണിസ്റ്റുകാരല്ല, ഇവർ ഇടതുപക്ഷക്കാരല്ല, ഇവര് തീവ്ര വലതുപക്ഷക്കാരാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ചവർ പറയുന്നു. അവർക്ക് വലിയ വലിയ ആളുകളുമായിട്ടാണ് ബന്ധം. ഡൽഹി ചെന്നാൽ ഇരട്ടച്ചങ്ക അപ്രത്യക്ഷമാവും. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞു നിൽക്കും. അവരെവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ ഒപ്പിട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ വന്ന് നമ്മളോട് മതനിരപേക്ഷത പ്രസംഗിക്കും. 2 ദിവസം കഴിയുമ്പോൾ വർഗീയത പറയുന്നവർക്ക് പൊന്നാണ് ചർച്ച കൊടുക്കും. ഇതുപോലെ ഒരു ഇരട്ടത്താപ്പുള്ള പാർട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഇന്ത്യയിൽ 1ാം സ്ഥാനം എന്ന് പറയുന്നത് എന്തിനാ? കഴിഞ്ഞ 11 മാസക്കാലമായി നിങ്ങൾ അറിയണം, വീട്ടമ്മമാരുൾപ്പെടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 11 മാസമായി 1ാം സ്ഥാനം വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. മാർക്കറ്റിൽ ഇടപെടില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സാധനമില്ല. എല്ലാ സ്ഥാപനങ്ങളും നശിപ്പിച്ചു. സപ്ലൈകോ പോയി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട്. മരുന്നുകൾ വിതരണം നടത്തുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ് ആശുപത്രിയിൽ പലരും കൊടുക്കുന്നത്. വമ്പൻ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. മരണസാധ്യതയുള്ള മാരകമായ മരുന്നുകളാണ് കൊടുക്കുന്നത്. നമ്മൾ
അധികാരത്തിലിരിക്കുമ്പോൾ 10 കൊല്ലം മുമ്പ് വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി 22 പൈസ യൂണിറ്റിന് കുറച്ചു കൊടുത്തു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ആര്യാടൻ സാറ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ ലാഭത്തിലാക്കിയ LCT ബോർഡിന്റെ ഇപ്പോഴത്തെ നഷ്ടം അറിയാമോ? 50,000 കോടി. തകർത്തുമെല്ലാം. KSRTC കുളമാക്കി. ക്ഷേമനിധി ബോർഡുകൾ തകർത്തു. ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ഒരു സർക്കാരിന്റെ സാന്നിധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. കൊള്ളക്കാരുടെ സർക്കാരാണ്. ഞാൻ പറഞ്ഞു, ഒരു കളവ് നടത്തിയത് പുറത്തു പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ ഇവർ പുറത്താക്കി. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത 3 ഉന്നതരായ CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. ഒറ്റ ഒരുത്തിനെതിരെ നടപടിയെടുത്തില്ല. കവർച്ച ചൂണ്ടിക്കാട്ടിയവനെതിരെ നടപടിയെടുത്തു പാർട്ടി. അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തവർക്കെതിരെ ഒരു നടപടിയില്ല. എന്താ നടപടിയെടുത്താൽ അവർ വേറെ ആളുകളുടെ പേര് പറയും. കുറെ പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ട്, അവര് ജയിലിൽ പോവും. ഇതാണ് ഈ പാർട്ടി. 2019 അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ശില്പം അവിടെ നിന്ന് എടുത്ത് അതിന്റെ വ്യാജം ഉണ്ടാക്കി. ചെമ്പിന് ഒറിജിനൽ ഒരു കോടീശ്വരന് വിറ്റു കോടികൾക്ക്. എന്നിട്ട് വ്യാജ ചെമ്പ് പാളി പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. 2024 ആയപ്പോ ഇതാരും അറിഞ്ഞില്ല. അപ്പൊ കോടതി പറയുകയാണ്, ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി, അതായത് ഒരു വ്യാജമായ അത്യാവശ്യം ഉണ്ടാക്കി. വീണ്ടും ഒന്നുകൂടി പൂശാൻ വേണ്ടി വിടുകയാണ്. വീണ്ടും കക്കാൻ വേണ്ടി പോയതാ, ഒന്നുകൂടി അരിച്ചു മാറ്റാൻ വേണ്ടി പോയതാ. അയ്യപ്പന് മനസ്സിലായി, അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ ഇവന്മാരെ അടിച്ചു മാറ്റുന്നു. അതുകൊണ്ടാണ് ഇവരൊക്കെ ജയിലിൽ പോയതിപ്പോ. ഇനിയും ക്യൂവിൽ നിൽക്കുന്നുണ്ട് പാർട്ടിക്കാര്, കുറെ പേര് ക്യൂവിൽ നിൽക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ സ്വർണം അടിച്ചു മാറ്റാമെങ്കിൽ പിന്നെ എന്താണ് ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റാത്തത്? കൈയിലിട്ടതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓണപ്പോക്കിലും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളം തകർന്നു. നമ്മുടെ കുട്ടികളൊക്കെ പോവാണ് പുറത്തോട്ട്. എന്താ ഈ യാത്ര പുതുയുഗ യാത്രയായത്? ഒരു യുഗത്തിന്റെ അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ തിരശീല ഉയരുകയാണ്. ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ എവിടെയെല്ലാമാണ് കേരളത്തെ ഈ ഇടതുഭരണം തകർത്തത്, അവിടെയെല്ലാം ബദൽ പരിപാടികളുമായി ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ, നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ ടീം UDF ഉണ്ടാകുമെന്ന വാക്ക്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, നമ്മളാണ് പറഞ്ഞത്. ആ വെന്റിലേറ്ററിൽ നിന്ന് ആരോഗ്യവതിയായി ആരോഗ്യ കേരളത്തെ നമ്മൾ കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. നമ്മുടെ കുട്ടികൾ പോവുകയാണ് വിദേശത്ത് പഠിക്കാൻ. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ജർമ്മനിയിലെയും ലണ്ടനിലെയും കാനഡയിലെയും എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ ഈ കേരളത്തിൽ തുടങ്ങും ടീം UDF. നമ്മുടെ കുട്ടികളെ ഇവിടെ നിർത്തും. അവർ പുറത്തിറങ്ങിയാൽ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന നിരവധി സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, അതിനവർക്ക് പിന്തുണ, മാനേജ്മെന്റ് മെന്റർമാർ, ടെക്നോ മെന്റർമാർ, പൈസയില്ലാത്ത പാവങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള പണം, തൊഴിൽ, ഇതെല്ലാം ഉണ്ടാക്കുന്ന വിപുലമായ പദ്ധതിയുമായിട്ടാണ് കേരളത്തിലെ UDF വരുന്നത്. ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്യാത്തതുപോലെ തുടർച്ചയായ 2 കൊല്ലക്കാലം ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളെ കൂട്ടിയിണക്കിയുള്ള പദ്ധതികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. 600 കിലോമീറ്റർ ദൂരമുള്ള ഈ തീരപ്രദേശത്ത് നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയ 2 ഇന്റർനാഷണൽ സീ പോർട്ടുകൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി പോർട്ടുകൾ, ഇതെല്ലാം ചേർത്ത് കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയാണ്. ഈ റോഡിലൂടെ പോകുന്ന സാധനങ്ങൾ കടലിലൂടെ പോകും. നമ്മുടെ റോഡ് പകുതി ഫ്രീ ആവും. റോഡിലെ അന്തരീക്ഷം കുറച്ചുകൂടി നന്നാകും. അത് കഴിഞ്ഞാൽ
നദികളുമായി അതിനെ സംയോജിപ്പിച്ച് ടൂറിസം വികസിപ്പിക്കും. മൂന്നാം ഘട്ടത്തിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുവന്ന് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങും. ഇപ്പൊ ആളുകൾക്ക് കപ്പലിൽ പോയി യാത്ര നടത്തണമെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലും പോകണം. ഈ കേരളത്തിൽ ആ കോസ്റ്റൽ ഷിപ്പിംഗ് ഇന്ത്യയിലെ ലോക പ്രശസ്തരായ മാരിടൈം എക്സ്പെർട്ടുമായി ഷിപ്പിംഗ് എക്സ്പെർട്ടുമാരുമായി സംസാരിച്ച് നമ്മൾ തുടങ്ങുന്ന മിഷൻ സമുദ്ര, ഞങ്ങളുടെ പറയാണ് മിഷൻ സമുദ്ര കോസ്റ്റൽ ഷിപ്പിംഗ് കേരളത്തിലെ സിംഗപ്പൂർ പോലെ സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി ഈ കേരളത്തെ മാറ്റും. നമ്മുടെ കുട്ടികളോട് നിൽക്കട്ടെ. ഇനി UDF പൊരുതുന്നത്, UDF പരിശ്രമിക്കുന്നത്, UDF അധ്വാനിക്കുന്നത് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഈ നാട്ടിൽ നിർത്തി നിങ്ങളുടെ കൂടെ നിർത്താനാണ്, മാതാപിതാക്കളുടെ കൂടെ. അവരെ നമുക്ക് കളയാൻ പറ്റില്ല. അവർ ഈ നാടിന്റെ ഐശ്വര്യമാണ്, ഈ നാടിന്റെ ക്രീമാണവർ. അവരെ പുറത്തേക്ക് വിട്ടാൽ 5 കൊല്ലം കഴിയുമ്പോൾ കേരളം വൃദ്ധസദനമായി മാറും. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത് എല്ലായിടത്തും ഇടപെടും. കൃത്യമായ പദ്ധതികൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഭാവിയിലേക്കുള്ള കേരളത്തിന്റെ റോഡ് മാപ്പ് എല്ലാ മലയാളികളും മനസ്സിൽ വരച്ചിട്ടതുപോലെയാക്കും UDF, ടീം UDF. ഇവരെ ഈ കൊലയാളി ഭരണത്തെ, ഈ ദുർഭരണത്തെ നിങ്ങൾ നോക്കൂ. എല്ലായിടത്തും മയക്കുമരുന്ന, എല്ലായിടത്തും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ, അവരെ നശിപ്പിക്കാൻ ചെറുവിരൽ അനക്കുന്നുണ്ടോ ഈ ഗവൺമെന്റ്? ചോദിച്ചാൽ നിയമസഭയിൽ പറയും 10,000 കേസ് കൂടുതലെടുക്കും. ഏത് കേസാ? ഈ വലിക്കണമെന്ന് പിടിക്കുന്നത്. അവനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തും. 3 മണിക്കൂർ. കുറച്ച് കഴിയുമ്പോൾ ജാമ്യം എഴുതി കൊടുക്കും. അപ്പൊ അവൻ പുറത്തു വന്നിട്ട് 3 മണിക്കൂർ വലിക്കാത്തതും കൂടി ബാക്കി പുറത്തു നിന്ന് വലിക്കും. എവിടെ നിന്ന് വരുന്നു? ഇതിന്റെ സോഴ്സ് എവിടെയാണ്? കണ്ടുപിടിക്കാനൊരു എന്തെങ്കിലും ചെയ്തോ 10 കൊല്ലമായിട്ട്? ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഇന്ത്യയിലെ മയക്കുമരുന്നിന്റെ ആസ്ഥാനമാക്കി മാറ്റി. ഓരോ കുടുംബത്തിലും ആദിയാണ്, സങ്കടമാണ്, പ്രയാസമാണ്. 1ഉം 2ഉം മക്കളെയുള്ളൂ എല്ലായിടത്തും. അവരെയാണ് നഷ്ടപ്പെടുത്തുന്നത്. എന്തിനാണ് ഒരു ഗവൺമെന്റ് പോലീസും പട്ടാളവും എക്സൈസും ഒക്കെയുള്ള ഒരു ഗവൺമെന്റ്? ഈ മയക്കുമരുന്ന് മാഫിയ തകർക്കാൻ നിങ്ങൾക്കായില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഭരിക്കുന്നത്? നിങ്ങൾ അവരുമായി സന്ധി ചെയ്തു. നിങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാർ മയക്കുമരുന്ന് മാഫിയയ്ക്ക് വളമൊരുക്കി കൊടുക്കുന്നവരാണ്. എന്തും ചെയ്യും. എന്തും ചെയ്യാനുള്ള കുറെ അണികളെ വളർത്തി വെച്ചിരിക്കുകയാണ് CPM. പക്ഷെ കുറെ നല്ല മനുഷ്യരുണ്ട്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരോടും പറഞ്ഞു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ വെച്ചിരിച്ചോളാം. എന്തിനാ? അവര് നമുക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലും. സംശയമൊന്നും വേണ്ട. കാരണം മതിയായി അവർക്ക്. ഇടതുപക്ഷ സഹയാത്രികർ, ഇടതുപക്ഷം വന്നാൽ നാടിന് മാറ്റമുണ്ടാകുമെന്ന് വിചാരിച്ച പാവങ്ങൾ, അവരിപ്പോ എന്താ പറയുന്നത്? ഇവരോ കമ്മ്യൂണിസ്റ്റ്, ഇവരോ ഇടതുപക്ഷം? ഇടതുപക്ഷം നമ്മളാണ്. നെഹ്റുവിയൻ ലെഫ്റ്റ്. കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFുമാണ്. ഇവര് തീവ്ര വലതുപക്ഷമാണ്. അവരെ നിങ്ങൾ നോക്കൂ. സംഘപരിവാർ എന്താ ചെയ്യുന്നത്? BJP ഒരു സംസ്ഥാനത്ത് ചെന്നാൽ മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കും, ഇല്ലേ? എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരം പിടിക്കും. ഇപ്പൊ കേരളത്തിൽ CPM ചെയ്യുന്നത് എന്താ? സംഘപരിവാറിന്റെ അതേ വഴിയിൽ ഇപ്പൊ ഭൂരിപക്ഷ പീഡനമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പിണറായി വിജയന്റെ 35 ദിവസത്തെ പ്രസംഗം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ പ്രസംഗത്തിലും പാലസ്തീൻ, ഗാസ, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾ, പാവങ്ങൾ. പാർലമെന്റ് ഇലക്ഷന് ന്യൂനപക്ഷങ്ങൾ നല്ല പണി കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ഭൂരിപക്ഷ പ്രീണനമാണ്. ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി ഇന്റർവ്യൂ. പിന്നെ AK ബാലന്റെ വർത്തമാനം, സജി ചെറിയാന്റെ വർത്തമാനം, ഇവരിടയ്ക്കിടയ്ക്ക് പൊന്നാടയിട്ട് കൊടുക്കുന്ന വേറെ ചിലരുടെ വർത്തമാനം. അപ്പൊ ഇത് വർത്തമാനം അതാ. അപ്പൊ സംഘപരിവാറിന്റെ അതേ വഴിയിലാണ്
കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത് അതേ വഴിയിൽ നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. അവിടെയാണ് UDFന്റെ പ്രസക്തി. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും കേരളത്തിൽ വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യും. ഈ കേരളത്തിൽ വിദ്വേഷം വേണ്ട, നമ്മളെ തമ്മിലടിപ്പിക്കാൻ ആരും വരണ്ട. ആ മതേതര നിലപാടിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണെങ്കിലും വെള്ളം ചേർക്കില്ല, വിട്ടുവീഴ്ച ചെയ്യില്ല. എന്താ ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനൊക്കെ കുറച്ചാളും കൂടെ ഉണ്ടാവുള്ളൂ അല്ലേ, പിന്നെ ഓർമ്മയാവും, ചിലപ്പോ ഓർമ്മ പോലും ഉണ്ടാവുന്ന അറിയില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകും, നമ്മുടെ കൊച്ചുമക്കളുണ്ടാകും. അവർ സൗഹാർദ്ദത്തോടെ ഈ കേരളത്തിൽ ജീവിക്കണം, വേണ്ടേ? അവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ ആരും വർഗീയത പറഞ്ഞു വരണ്ട. വർഗീയത പറഞ്ഞു വരുന്നവരെ ചോദ്യം ചെയ്യാൻ, നേരിടാൻ ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷി അറിയാവുന്ന UDF ഉണ്ട് എന്ന് ഞങ്ങൾ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. ഓരോരുത്തരും വർഗീയത പറയണ്ട, ഒരാളും പറയണ്ട. പ്രതിരോധിക്കും, നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ പ്രതിരോധിക്കും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ, വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ ടീം UDF ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി, ഒരു പക്ഷേ ഞാൻ 100-ലധികം എന്ന് പറയുന്നത് ഉണ്ണിത്താനൊരു കർപ്പയില്ല. 100-ലധികം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ 110, അതൊരു സ്വപ്നമാണ്. ഞാൻ അതുകൂടി പറഞ്ഞേക്കാം. ഇപ്പൊ പറയുന്നില്ലേ പിണറായി 3, അത് പറയുന്ന നല്ലതാണ്. ഞാൻ പറയും, ഞാനാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. അത് കേൾക്കുമ്പോ ആളുകൾ എന്റെ ദൈവമേ ഇവന്മാർ 3ാമതും വരുമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ശരിയല്ലേ? ഞാൻ 77 സ്കൂളിൽ പഠിക്കുവാണ്, 1977 സ്കൂൾ. അപ്പൊ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്താ മുദ്രാവാക്യം? CPM-ന്റെ 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. അതായത് 57-ൽ EMS മുഖ്യമന്ത്രിയായിരുന്നു, 67-ൽ EMS മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം 77-ലും മുഖ്യമന്ത്രിയാവുന്നു. 77-ൽ എന്താ സംഭവിച്ചത്? ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാഭൂരിപക്ഷം നേടി 140-ൽ ഉണ്ണിത്താൻ ഈ പറഞ്ഞ 111 സീറ്റ് നേടി CK കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അപ്പോ 57-ലും EMS, 67-ലും EMS, 77-ലും EMS എന്ന് പറഞ്ഞാൽ EMS 2000 വോട്ട് തികഞ്ഞില്ല ഭൂരിപക്ഷം. ഒരു കോട്ടയിൽ നമ്മുടെ VS വിജയരാഘവനാണ് വരട്ടിയത്. EMS-ന് മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി വലിയ മാലയുമായി സഖാക്കൾ കാത്തിരുന്നു. മാലയായിട്ട് ചെന്നപ്പോ EMS പറഞ്ഞു, ഞാൻ സാങ്കേതികമായി ജയിച്ചിട്ടുള്ളൂ, നിങ്ങളാ പോയി ആ വിജയരാഘവനെ മാലയിടിക്കാൻ പറഞ്ഞു. മനസ്സിലായില്ല? അതാണൊരു കഥ. അതുകൊണ്ട് പിണറായി 3 എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ മറുപടി കൊടുത്തേക്ക് 57-ൽ EMS, 67-ൽ EMS, 77-ൽ K കരുണാകരൻ. അത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ആ ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി നേടിയെടുക്കണം. കാസർഗോഡ് ജില്ലയിൽ നമുക്ക് 5 സീറ്റും നേടാൻ പറ്റും. 5 സീറ്റും നിങ്ങൾ ഒരുമിച്ച് നിന്നോ. നമുക്ക്, ഞാൻ വെറുതെ പറയുന്നതല്ല, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ വിജയം ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞപ്പോ എന്നെ എല്ലാവരും കളിയാക്കി. ഇപ്പൊ അത് പ്രസിദ്ധീകരിക്കണ്ടല്ലോ, മുൻകൂട്ടി പറഞ്ഞത്. നമ്മൾ പറഞ്ഞു 4 കോർപ്പറേഷൻ ജയിക്കുമെന്ന് പറഞ്ഞില്ലേ? 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പ്. 8ാമത്തെ 9ാമത്തെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 8ാമത്തെ ഇവിടെ ഒരു സീറ്റിന് പോയി. 2ാമത്തെ 9ാമത്തെ തിരുവനന്തപുരത്ത് 2 വോട്ടിന് പോയി. 9 കിട്ടിയത്. മുനിസിപ്പാലിറ്റികൾ 60%-ലധികം ജയിക്കുമെന്ന് പറഞ്ഞു. 64% മുനിസിപ്പാലിറ്റികൾ ജയിച്ചു. 55%-ലേറെ ഗ്രാമപഞ്ചായത്ത് ജയിക്കുമെന്ന് പറഞ്ഞു. 59% ഗ്രാമപഞ്ചായത്ത്, 58-59% ഗ്രാമപഞ്ചായത്ത് ജയിച്ചില്ലേ? ജയിച്ചല്ലോ. 17 മുതൽ 19 സീറ്റ് വരെ പാർലമെന്റ് കിട്ടുമെന്ന് പറഞ്ഞു. 18 കിട്ടി. തൃക്കാക്കരയിൽ PT തോമസ് ജയിച്ചതിന്റെ ഇരട്ടി ഭൂരിപക്ഷം പറഞ്ഞു. 25,000-ൽ ജയിച്ചു. പുതുപ്പള്ളിയിൽ വിസ്മയകരമായ ഭൂരിപക്ഷം പറഞ്ഞു.
ഉമ്മൻചാണ്ടി ജയിച്ച 9,000 വോട്ടിന്റെ 4 ഇരട്ടി വോട്ടിന് 37,000 വോട്ടിന് ചാണ്ടി ഉമ്മൻ ജയിച്ചു. ഇവിടെ ഷാഫി പറമ്പിൽ അവിടെ ജയിച്ച സീറ്റിൽ 3,000 വോട്ടിന് ജയിച്ച സീറ്റിൽ അതിന്റെ 5 ഇരട്ടി വോട്ടിൽ നമ്മൾ ജയിച്ചു. CPM ജയിച്ച നിലമ്പൂര് നമ്മൾ 11,000-ലധികം വോട്ടിന് തിരിച്ചു പിടിച്ചു. ആകെ തോറ്റത് ചേലക്കരയില്ല. പക്ഷേ 40,000 വോട്ടിന്റെ CPM ഭൂരിപക്ഷം 12,000-ആയി നമ്മൾ കുറച്ചു. ജനങ്ങൾ നമ്മുടെ കൂടെയാണ്. ഇതാണ് അവസാന യുദ്ധം. ഈ സർക്കാരിനെതിരായ മുഴുവൻ പ്രതിഷേധവും അലയടിക്കേണ്ട, നാടിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ, അത് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പുള്ള UDF-നെ വിജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. ഇനി വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്യണം. മുഴുവൻ സീറ്റും പിടിച്ചെടുക്കണം. ഒരു സീറ്റും നമ്മുടെ മുമ്പിലില്ല, നോക്കുന്ന ഒരു സീറ്റുമില്ല. ജയിക്കാം. നല്ല വാശിയോടുകൂടി എല്ലാ സീറ്റുകളും ജയിക്കാനുള്ള വാശിയേറിയ പോരാട്ടം നടത്തണം. അതിൽ CPM-കാർ വോട്ട് ചെയ്യും, ഇടതുപക്ഷ സഹയാത്രികർ വോട്ട് ചെയ്യും. കുറെ നാളായി നമുക്ക് വോട്ട് ചെയ്യാത്ത ഒരുപാട് പേർ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കണ്ടോ, കഴിഞ്ഞ കുറെ നാളായി നമുക്ക് വോട്ട് ചെയ്യാത്ത ഒരുപാട് പേർ ഇപ്രാവശ്യം നമുക്ക് വോട്ട് ചെയ്യും. ആ ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കുന്നതിന്റെ ചുമതല ഞാൻ ഈ വേദിയിലും ഇവിടെയും ഇരിക്കുന്ന നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇനി വിജയം ആഘോഷിക്കാൻ വരുമ്പോൾ കാണാം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ നട്ടുച്ചയ്ക്ക് ഈ പൊരിവെയിലിൽ നിങ്ങൾ നൽകിയ ഈ ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ചടങ്ങിന് ഔപചാരിക നന്ദി പറയാൻ പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ നേതാക്കളെ, കേരളം ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ വടക്കേയറ്റത്തു നിന്നും ആരംഭിച്ച പുതുയുഗ ജാഥയുടെ നായകൻ, ജനാധിപത്യത്തിന്റെ പ്രിയപ്പെട്ട തേരാളി ശ്രീ ഈ ജാഥ